ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL ക്ലബ്ബുകൾ ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. ഒക്ടോബർ 10-ാം തീയതി ISL ആരംഭിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മീഡിയ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ ക്ലബ്ബുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഫാൻ കോഡ് മാത്രമാണ് ബിഡ് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് ക്ലബ്ബുകൾക്ക് അനുയോജ്യമായ ഒരു ബിഡല്ല, വളരെ ചെറിയ ഒരു തുക മാത്രമാണ് ഫാൻ കോഡ് ISL ടെലികാസ്റ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ട്രീമിംഗ് പാർട്ണറെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് ISL ക്ലബ്ബുകൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ മാധ്യമമായ റവ് സ്പോർട്സ് ഗ്ലോബൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ബ്രോഡ്കാസ്റ്റ് ഡീൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ISL സ്ട്രീമിംഗ് അത് യൂട്യൂബിൽ നടത്താൻ ഇപ്പോൾ ക്ലബ്ബുകൾ ആലോചിക്കുന്നു എന്നാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ പങ്കുവച്ചിട്ടുള്ള അപ്ഡേറ്റ്. അതായത് സ്ട്രീമിംഗ് പാർട്ണറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ബ്രോഡ്കാസ്റ്റ് ഡീൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തവണത്തെ ISL അത് നമുക്ക് യൂട്യൂബിൽ ലൈവ് ആയിക്കൊണ്ട് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ അതിനു മുന്നേ ഏതെങ്കിലും ഒരു മീഡിയ ടീം ഇത് ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫാൻ കോഡിന് ഇത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അവർ വാഗ്ദാനം ചെയ്യുന്ന തുക അത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മറ്റു കമ്പനികൾക്ക് വേണ്ടി ISL ക്ലബ്ബുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുമായും ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തവണത്തെ ISL മത്സരങ്ങൾ അത് നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.